നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ മൈൻഡിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നൊരു ഭാഗമാണ്. ഓക്കെ, അതായത് ഈ ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടം അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റോടെ പഠിക്കുന്നൊരു സംഭവമാണ് അല്ലേ. അതായത് അതിനിടയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയായിരിക്കും. അതായത് എന്താണ് INC-യുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ആ സമയത്തെ സംഘടനകളായിക്കോട്ടെ, അല്ലെങ്കിൽ ആ സമയത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അവിടെ എന്താണ് പ്രസിദ്ധീകരണങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യാം നമുക്കറിയാം. നമുക്ക് എന്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്താണ് പഠിക്കുന്ന ഭാഗങ്ങളാണ്. എന്നാൽ പലരും വലിയ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഭാഗമാണ് ഏത് ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇന്ത്യ ഇന്നത്തെ രീതിയിൽ എന്താണ് വികസിച്ച് വന്ന ഒരു ഭാഗം അല്ലെ, വികസിച്ച് എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, ആ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത്. മാത്രമല്ല എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ സംസ്ഥാന പുനഃസംഘടനകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് നാട്ടുരാജ്യ സംയോജനമായിക്കോട്ടെ, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എവിടെയാണ് ഈ ഒരു ഭാഗത്താണ് പരാമർശിക്കുന്നത്. ഓക്കെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ മറ്റൊരു സിലബസിൽ മറ്റൊരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനുശേഷം വരുന്ന പഞ്ചവത്സര പദ്ധതികൾ പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറായിട്ടുണ്ട്. എന്നാലും എന്താണ് മെയിനായിട്ട് ഈ ടോപ്പിക് അങ്ങനെ ആരും എന്താണ് വലിയ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഭാഗമാണ്. എന്നാൽ എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയുമാണ്. ഓക്കെ, ഇപ്പോൾ എന്താണ് ആ ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ SCERT ആയിട്ട് ബേസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ SCERT സിലബസുമായിട്ട് ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ SCERT ടെസ്റ്റിൽ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് എന്തുണ്ട് പരാമർശമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക് എവിടെയുണ്ട് നമ്മുടെ SCERT ടെസ്റ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആ പാഠം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞ ഒരു കോട്ട്. ഓക്കെ, എന്താണ് അദ്ദേഹം സാഹിത്യ രൂപേണ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോട്ട് അവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ പലരും കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. ഓക്കെ, ആ കോട്ട് ഇങ്ങനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്. എന്താണ് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. എന്താണ് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിച്ചു പോകാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ട് അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും. ഓക്കെ, അതായത് എന്താണ് നമ്മുടെ ബ്രിട്ടീഷുകാർ ഒരു നാൾ എന്ത് ചെയ്യും ഈ പറയുന്ന ഇന്ത്യ വിട്ട് പോകും അല്ലേ. എന്താണ് ഒരു നാട്ട് എന്തായാലും എന്ത് ചെയ്യും ഈ പറയുന്ന ഇന്ത്യ വിട്ട് ബ്രിട്ടീഷുകാർ പോവും. അന്ന് അവർ പോകുന്ന സമയത്ത് ഏത് രൂപത്തിലുള്ള ഇന്ത്യയായിരിക്കും അവരുടെ വിട്ടിട്ട് പോവുക? മീൻസ് എന്താണ് ഇന്ത്യയിലുള്ള സോഴ്സും റിസോഴ്സും എല്ലാം എന്ത് ചെയ്യും അവർ കൊണ്ടുപോകും. അവർ മാക്സിമം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ഒന്നുമില്ലാത്ത അവസാനത്തെ കുറച്ച് വേസ്റ്റ് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് അവരവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ആരാണ് അത്? രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ വാക്കുകളാണ്. ഏത് വർഷമാണ്? 1941 അദ്ദേഹം അന്തരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ടാഗോർ പറഞ്ഞ വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. SCERT ടെസ്റ്റിൽ ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഈ ഒരു കോട്ട് അല്ലെങ്കിൽ ഈ ഒരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ ഭാഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ ടോപ്പിക്കിനുള്ളിലേക്ക് പോകാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പ്രസ്താവന രൂപേണ തന്നെ എന്ത് എടുത്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ചോദ്യം ഞാൻ പറഞ്ഞു തരാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ്? ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ എന്ത് ചെയ്തു ഒന്നിനും ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലായിരുന്നു അല്ലേ. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്ന് പറഞ്ഞ് എന്താണ് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ പല നേതാക്കന്മാരുണ്ട്, INC ആണ് അന്ന് നേതൃത്വം നൽകിയത്. പക്ഷേ ഇവർക്കൊന്നും എന്തില്ലായിരുന്നു, ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഓക്കെ, എങ്ങനെ ഇത് അറേഞ്ച് ചെയ്ത് വരണം. ഓക്കെ, കാരണം നമ്മുടെ നാട്ടുരാജ്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, അവിടെ പലയിടത്തും എന്താണ് ഇപ്പോഴും രാജഭരണമാണ്. ഓക്കെ, നമ്മുടെ കേന്ദ്രം പറഞ്ഞാൽ എന്താണ് അവരത് അനുസരിക്കില്ല. ഓക്കെ, ജനങ്ങൾ പലരും ഇപ്പോൾ എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏകസ്വരത്തിലല്ല ജനങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു അവർക്കൊരു വെല്ലുവിളിയായിരുന്നു. ഇതിനെല്ലാം ഏകോപിപ്പിച്ചിട്ട് ഒരു 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ SCERT ടെസ്റ്റിൽ പറയുന്നുണ്ട്. എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഓക്കെ,
എടാ ഒന്ന് വിഭജനം തന്നെയാണ്. ഓക്കെ, ഒന്ന് വിഭജനം തന്നെയാണ്. ഓക്കെ, ഈ പറയുന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അവർ പോയതല്ലേ. എന്തൊക്കെയാണ്, പാകിസ്ഥാനും ഇന്ത്യയും എന്ന് അല്ലേ, എന്താണ് പാകിസ്ഥാനും ഇന്ത്യയും എന്ന് അല്ലേ. അതായത് എന്താണ്, ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശവും അതുപോലെ തന്നെ ഹിന്ദു ഭൂരിപക്ഷം ഉള്ള പ്രദേശവും എന്ന് പറഞ്ഞൊരു ആശയം ഇവിടെ കൊടുത്തിട്ടാണ് ആര് പോകുന്നത്, ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്നത്. അതായത് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ചില മുസ്ലിങ്ങൾ, ഇന്ത്യയിൽ എന്നുണ്ടായിരുന്ന ചില മുസ്ലിങ്ങൾ എന്താവശ്യപ്പെട്ടു, മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അത് മുതലെടുത്തു. ഓക്കെ, അതായത് എന്ത്, ഇന്ത്യയുടെ ജനങ്ങളുടെ മുമ്പിൽ അവർ ആശയം വെച്ചു, എന്താണ്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഇന്ത്യയോടൊപ്പം നിൽക്കാം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇന്ത്യയോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് രാജ്യം അനുവദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്തു, ഇന്ത്യയിൽ വലിയൊരു കലാപം, ആ സമയത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ തന്നെ നടന്നു, ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. ഓക്കെ, അപ്പോൾ അതെന്തായത്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട വലിയൊരു വെല്ലുവിളിയായി. ഓക്കെ, എന്താണ് ഈ പറയുന്ന ഇന്ത്യ വിഭജനം, എന്താണ് ഇന്ത്യ വിഭജനം. ഇതിനു മുൻപും വിഭജിക്കാൻ നോക്കിയിട്ടുണ്ട്, ബംഗാൾ വിഭജനത്തിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിഭജനം എന്താണ് വലിയൊരു പോയിന്റ് ആയിരുന്നു. രണ്ടാമത്തത് അഭയാർത്ഥി പ്രവാഹം. എന്താണ് രണ്ടാമത്തത്, അഭയാർത്ഥി പ്രവാഹം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, അഭയാർത്ഥി പ്രവാഹം. അതായത് ആ മേഖലയിലുള്ള വ്യക്തികളും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല പല അയൽ രാജ്യങ്ങളുണ്ടല്ലോ, ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ട് പോകുന്നു എന്ന് അറിഞ്ഞ സമയത്ത് എന്താണ്, ഇതിനെ നിയന്ത്രിക്കാൻ ഈ പറയുന്ന അഭയാർത്ഥി അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന അതിർത്തിയെ നിന്ന് നിയന്ത്രിക്കാനായിട്ട് ആരില്ല, നമുക്ക് വേണ്ട ഒരു ഫോഴ്സ് എവിടെയില്ല, നമുക്ക് ഇന്ത്യയിലില്ല. അപ്പോൾ ഈ സമയം മുതലെടുത്ത് എന്ത് ചെയ്തു, ഈ പറയുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഇങ്ങോട്ട് ഈ പറയുന്ന ഇന്ത്യയിലേക്ക് കുടിയേറാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇന്ത്യയുടെ എന്താണ് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അങ്ങോട്ടുള്ള ഭാഗങ്ങളായിക്കോട്ടെ, അവിടെ നിന്നുള്ള പല വ്യക്തികളും എങ്ങോട്ടേക്ക് ഈ പറയുന്ന ഇന്ത്യയിലെ റിസോഴ്സ് തേടി ഇന്ത്യയിലേക്ക് വരാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്തായിരുന്നു, ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഇന്ത്യ എന്ത് ചെയ്തിട്ടില്ല, അന്ന് ഇതിനു വേണ്ടി എന്താണ് കറക്റ്റ് പ്രിപ്പയർ ആയിട്ടുള്ളൊരു സൈന്യമോ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു വ്യവസ്ഥയോ ആർക്കില്ല, നമ്മുടെ ഇന്ത്യ അന്ന് രൂപപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ചോദ്യം ഇങ്ങനെ വരും, എന്താണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എന്താണ്, അത് ഈ പറയുന്ന അഭയാർത്ഥി പ്രവാഹവും വിഭജനവുമാണ്. എന്താണ് അഭയാർത്ഥി പ്രവാഹവും വിഭജനവുമാണ്. ഓക്കെ, അത് നമ്മുടെ SCERT പോയിന്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്ന ഇന്ത്യയാണ്. അതായത് ഇന്ത്യ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നത്. അതിന് മുൻപത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഗാന്ധിജി നയിച്ച പ്രക്ഷോഭങ്ങൾ നമുക്കറിയാം. ഗാന്ധിജിയുടെ ദേശീയ പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്, ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനം അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്, പിന്നെ പഠിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം. പ്രധാനപ്പെട്ട 3 ദേശീയ സമരങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ ഗാന്ധിജി നയിച്ച പരാജയപ്പെട്ടതും പിന്നെ എന്താണ് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ദേശീയ പ്രക്ഷോഭങ്ങൾ ഇവ 3 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും എന്നൊരു ഉറപ്പുള്ളൊരു ഭാഗം അവിടെ തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഈ പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്താണ്, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പാണ് ഇവിടെ പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നോണം നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു ഭാഗമാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. എന്താണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഏത്, മൗണ്ട് ബാറ്റൻ പദ്ധതി. ഏതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി? നമ്മൾ ആ പേര് കേട്ടിട്ടുണ്ടായിരിക്കും പലരും, എന്നാലും എന്താണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എടാ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു ആര്, ഈ പറയുന്ന ലൂയിസ് മൗണ്ട് ബാറ്റൻ അല്ലേ. നമുക്കറിയാം ഈ പറയുന്ന നമ്മളെ ബ്രിട്ടീഷ് ഇന്ത്യ ബംഗാളിൽ ഇവരാദ്യം എന്ത് ചെയ്യുന്നു, ഭരണം സ്ഥാപിക്കുന്നു. ബംഗാളിൽ ആദ്യം ഇവിടെ ഭരണം സ്ഥാപിക്കുന്നു. ബംഗാളിൽ ഭരണം സ്ഥാപിക്കുന്ന സമയത്ത് അന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ആരാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലുള്ള ആൾക്കാരല്ല ഇവിടെ വരുന്നത്, ഇന്ത്യയിലേക്ക് വരുന്നത്. ബ്രിട്ടനിൽ രൂപപ്പെട്ട ഒരു കച്ചവട സംഘടന മാത്രമാണ് ഏത്, ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എന്നാൽ കച്ചവടത്തിലൂടെ എന്താണ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്ന് കോളനികൾ സ്ഥാപിച്ച് വലിയൊരു സാമ്രാജ്യ ശക്തിയായി മാറി ഇവിടെ വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, കോളനികൾ സ്ഥാപിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് ഇവിടെ കൊടുക്കുന്നു, ബ്രിട്ടനിൽ കൊടുക്കുന്നു. അങ്ങനെ വളർന്നു വന്നൊരു സംഘടനയാണ് ഏത്, ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട്
കമ്പനിയുടെ തലവനായിട്ട് ആദ്യം വരുന്ന വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ആദ്യം വരുന്ന പോസ്റ്റ് ഏതാണ്? അത് ഗവർണർ ഓഫ് ബംഗാൾ. എന്ത് പോസ്റ്റാണ്? ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് ആദ്യം വരുന്ന വ്യക്തി ആരാണ്? അത് റോബർട്ട് ക്ലൈവ് ആണ്. ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ. എന്നാൽ പിന്നീട് ഇവരുടെ അധികാരം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്ത് ഈ പദവിയുടെ പേര് മാറി. ഗവർണർ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നായി. എന്താണ് ഗവർണർ ഓഫ് ബംഗാൾ? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പദവിയിലേക്ക് പോയി. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരെന്ന് വെച്ചാൽ ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആരാണ് അത്? വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ. വാറൻ ഹേസ്റ്റിങ്സ് എന്താണ് ഇവരുടെ അധികാരം വീണ്ടും വളർത്തി. ഇവർ പല യുദ്ധങ്ങൾ, ആ സമയത്താണ് ഏത് യുദ്ധങ്ങൾ വരുന്നത്? നമ്മളെ പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധങ്ങളൊക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ യുദ്ധങ്ങളുടെ ഫലമായിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അതിർത്തി എന്ത് ചെയ്തു? വീണ്ടും വർദ്ധിച്ചു. ഇന്ത്യയുടെ പല ഭാഗങ്ങളും എന്ത് ചെയ്തു? ഇവർക്ക് ആധിപത്യം ഉണ്ടായി. അതേ തുടർന്ന് പുതിയൊരു പോസ്റ്റ് നിയമിക്കുകയാണ്. ഏത് പോസ്റ്റ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. എന്താണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയ വ്യക്തി ആയിരുന്നു വെച്ചാൽ ആരാണ്? അത് വില്യം ബെൻഡിക് ആണ്. നമ്മുടെ സതിയൊക്കെ നിരോധിച്ച വ്യക്തിയാണ് ആര്? ഈ പറയുന്ന വില്യം ബെൻഡിക്. അപ്പോൾ പുള്ളിയാണ് എന്ത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ഒഫീഷ്യലായിട്ട് അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. പക്ഷേ പല ടെസ്റ്റുകളിലും എന്താണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വ്യക്തി ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നുണ്ട്. അത് ഓപ്ഷൻ നോക്കി അടിക്കുക. ഓക്കെ. കാരണം രണ്ടും വന്നാൽ എന്ത് ചെയ്യും? ക്യാൻസൽ ആവും. ഓക്കെ, ക്യാൻസൽ ആവും. കാരണം നമ്മുടെ ടെസ്റ്റിൽ NCERT ടെസ്റ്റിൽ എന്ത് പറയുന്നു? ഒഫീഷ്യലായിട്ട് പറയുന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന ഒഫീഷ്യൽ നെയിമിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആര് തന്നെയാണ്? വില്യം ബെൻഡിക് ആണ്. ആരാണ്? വില്യം ബെൻഡിക് ആണ്. ഓക്കെ. അങ്ങനെ വീണ്ടും കാലങ്ങൾ കടന്നുപോയി. ഓക്കെ. നമ്മൾ എന്ത് നടക്കുന്നു? നമ്മുടെ 1957 വിപ്ലവം അല്ലേ? എന്താണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. എന്താണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. അതേ തുടർന്ന് എന്ത് സംഭവിക്കുന്നു? ബ്രിട്ടനും ബ്രിട്ടീഷ് രാജ്ഞിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ നല്ല രീതിയിലല്ല പോകുന്നത്. ഓക്കെ. അധികാരം എന്ത് ചെയ്യണം? ബ്രിട്ടൻ ഏറ്റെടുക്കണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് ബ്രിട്ടീഷുകാർ വരുന്നു. അവരെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ മതിയാക്കിയിട്ട് ഭരണം ആരേറ്റെടുക്കുന്നു? റാണി ഏറ്റെടുക്കുന്നു. ഓക്കെ. ആര്? ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുന്നു. ആരാണ് ആ സമയത്ത് രാജ്ഞി? വിക്ടോറിയ രാജ്ഞി അല്ലേ? ആ സമയത്ത് ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ് ബ്രിട്ടൻ ഭരിക്കുന്നത്. ഓക്കെ. ഈ നമ്മുടെ ഇന്ത്യയുടെ അധികാരം നേരെ ആരുടെ കയ്യിലേക്ക് പോകുന്നു? വിക്ടോറിയ രാജ്ഞിയുടെ കയ്യിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ബ്രിട്ടീഷ് ഭരണകൂടമാണ്. ആരാണ്? ബ്രിട്ടീഷ് ഭരണകൂടം ഡയറക്റ്റ് ആയിട്ടാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഓക്കെ. അങ്ങനെ ആ സമയത്ത് വന്നൊരു പോസ്റ്റാണ്. ഓക്കെ. ആ സമയത്ത് ഇന്ത്യയിലേക്ക് വന്നൊരു പോസ്റ്റാണ് ഏത്? വൈസ്രോയ്. എന്താണ്? വൈസ്രോയ് എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ. ഈ 1957 യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആരെന്ന് വെച്ചാൽ ആരാണ്? അല്ലെങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പദവിയിൽ ഇരിക്കുന്നത് ആരാണ്? അത് കാനിങ് പ്രഭു ആണ്. ഇദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് എന്ത്? വൈസ്രോയ് എന്ന് പറയുന്ന പദവി വരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ആയിരുന്നു വെച്ചാൽ ആരാണ്? അത് കാനിങ് പ്രഭുവാണ്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ആയിരുന്നു വെച്ചാൽ ആരാണ്? അത് കാനിങ് പ്രഭുവാണ്. പിന്നെ അങ്ങോട്ട് തുടർന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്ന എല്ലാ പോസ്റ്റും ഏത് തന്നെയാണ്? വൈസ്രോയ് ആണ്. എന്നാൽ 1947 എന്ത് ചെയ്യുന്നു? ഈ പോസ്റ്റിന് വീണ്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഈ പോസ്റ്റിന് വീണ്ടും ചേഞ്ച് സംഭവിക്കുന്നു. ഓക്കെ. ഇതുവരെ വൈസ്രോയ് അറിയപ്പെട്ടുകൊണ്ടിരുന്ന വ്യക്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എന്തെന്നറിയപ്പെടാൻ തുടങ്ങി? വീണ്ടും ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വരാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയും ആദ്യത്തെ ഗവർണർ ജനറലും എന്താണ്? ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? മൗണ്ട് ബാറ്റൺ ആണ്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ആരാണ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ? അത് ആരാണ്? വൈസ്രോയ്. അത് ഈ മൗണ്ട് ബാറ്റൺ ആണ്. ആരാണ്? മൗണ്ട് ബാറ്റൺ ആണ്. അപ്പോൾ ചോദ്യം എങ്ങനെ? ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും ആരെന്ന് വെച്ചാൽ ആരാണ്? അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ആരാണ്? അത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു പോയിന്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മളിവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം മൗണ്ട് ബാറ്റൻ്റെ പോയിന്റ് കിട്ടി. ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതിയാണ് ഏത്? മൗണ്ട് ബാറ്റൻ പദ്ധതി. ഓക്കെ. അവിടെ അതിൻ്റെ പിന്നിലെ രഹസ്യോദ്ദേശം നമുക്ക് മനസ്സിലാവും. എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനും പിന്നെ എന്തിന്? ഇന്ത്യയെ വിഭജിക്കുന്നതിനും. ഓക്കെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനും ഇന്ത്യയെ വിഭജിക്കുന്നതിനും ആര്? മൗണ്ട് ബാറ്റൻ രൂപം നൽകിയ പദ്ധതിയാണ് ഏത്? മൗണ്ട് ബാറ്റൻ പദ്ധതി. ഓക്കെ. അപ്പോൾ ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ഈ പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു വെച്ചാൽ ആരാണ്? അത് മൗണ്ട് ബാറ്റൻ ആണ്. ഓക്കെ.
അതായത് നമ്മുടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈ മൗണ്ട് ബാറ്റനെ ഇന്ത്യയിൽ അയക്കുന്നതിന് തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? ഈ പറയുന്ന ഇന്ത്യ വിഭജനം. നമ്മുടെ പല ദേശീയ നേതാക്കളും എന്ത് ചെയ്തു? ഈ പറയുന്ന ഇന്ത്യ വിഭജനത്തെ എതിർത്തു. ഓക്കെ, പക്ഷേ പ്രധാനപ്പെട്ട സംഘടനകളായിരിക്കുന്ന INC മുസ്ലിം ലീഗൊക്കെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗാന്ധിയൊക്കെ എന്ത് ചെയ്തു? ശക്തമായിട്ട് ഈ പറയുന്ന ഇന്ത്യ വിഭജനത്തെ എതിർത്തു. ഓക്കെ, അതുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തൊന്നും എന്തല്ല, ഗാന്ധിജി ആഘോഷങ്ങളൊന്നും പങ്കെടുക്കുന്നില്ല. അദ്ദേഹം നവഖാലിയിലൊക്കെ ആയിരുന്നു. നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആ കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, എന്നിട്ടും എന്ത് ചെയ്തു? ഇവിടെ ഒന്നും എന്താണ് വാക്കുകൾ കേൾക്കാതെ ഈ പറയുന്ന എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ രണ്ടായിട്ട് വിഭജിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയച്ച വൈസ്രോയാണ് ആര്? ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ. ആരാണ്? മൗണ്ട് ബാറ്റൺ. മൗണ്ട് ബാറ്റൺ അദ്ദേഹത്തിൻ്റെ പ്ലാനാണ് ഏത്? മൗണ്ട് ബാറ്റൺ പദ്ധതി. ഓക്കെ, ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് 2 പേരുകളുണ്ട്. അതിൻ്റെ മറ്റ് 2 പേരുകൾ എന്തെന്നും ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യത്തിൽ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയാതെ ഇതിൽ ഒരു പേര് നൽകിയും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെ? ചോദ്യം എന്താണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് 2 പേരുകൾ എന്തൊക്കെയാണ് എന്ന് ചോദ്യം വന്നാൽ ഏതൊക്കെയാണ്? ഒന്ന് ജൂൺ 3 പദ്ധതി. എന്താണ്? ഒന്ന് ജൂൺ 3 പദ്ധതി. ഓക്കെ, ഒന്ന് ജൂൺ 3 പദ്ധതി. 2 ബാൽക്കൻ പദ്ധതി. ഓക്കെ, 2 എന്താണ്? 2 ബാൽക്കൻ പദ്ധതി. 3 എന്താണ്? 3 ഡിക്കി ബേർഡ് പദ്ധതി അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ. എന്താണ്? 3 ഡിക്കി ബേർഡ് പദ്ധതി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏത് പദ്ധതിയാണ്? അത് മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. ഓക്കെ, അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ജൂൺ 3 പദ്ധതി എന്നറിയപ്പെടുന്നതും ഡിക്കി ബേർഡ് പദ്ധതി എന്നറിയപ്പെടുന്നതും ബാൽക്കൻ പദ്ധതി എന്നറിയപ്പെടുന്നതും ഏത് പദ്ധതി തന്നെയാണ്? ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതി തന്നെയാണെന്ന് ഓർക്കുക. ഓക്കെ, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇന്ത്യ വിഭജനത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ മൗണ്ട് ബാറ്റൺ നടപ്പിലാക്കിയ പദ്ധതി ഏതെന്ന് ചോദിക്കും. ഓപ്ഷനിൽ ഒരുപക്ഷെ തന്നിരിക്കുന്നത് ബാൽക്കൻ പദ്ധതി എന്നായിരിക്കും. മറ്റ് 3 ഓപ്ഷൻ തന്നിട്ട് ഒന്ന് ബാൽക്കൻ പദ്ധതി എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ബാൽക്കൻ പദ്ധതി ഓർക്കുക. ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ മറ്റൊരു പേരാണ് എന്ത്? ബാൽക്കൻ പദ്ധതി എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് 1947 ജൂൺ 3 ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി അവതരിപ്പിച്ചത്. ഓക്കെ, ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിക്ക് ജൂൺ 3 പദ്ധതി എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു എന്ന് ഇപ്പം മനസ്സിലായി കാണും. ഓക്കെ, 1947 ജൂൺ 3 ഡൽഹിയിൽ വെച്ച് നടന്ന നമ്മുടെ ഇന്നത്തെ പാർലമെൻറ്റ് എവിടെയുണ്ട്? അവിടെ ഉണ്ട്. ഓക്കെ, അന്ന് രാജ്യസഭയോ ലോക്സഭയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളായിരുന്നു എന്ത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. അന്ന് ഉണ്ടായിരുന്നു നമ്മൾ എന്ത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ചത് എവിടെയായിരുന്നു? ഈ പറയുന്ന ഭരണഘടന ഈ പറയുന്ന നമ്മുടെ പഴയ പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലായിരുന്നു. ഓക്കെ, അവിടെയാണ് സമ്മേളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് ഡൽഹിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? നമ്മുടെ INCയുടെയും മുസ്ലിം ലീഗിൻ്റെയും സംയുക്ത സമ്മേളനം. ഓക്കെ, INCയുടെയും മുസ്ലിം ലീഗിൻ്റെ സംയുക്ത സമ്മേളനം നടക്കുന്നു അവിടെ വെച്ച്. ഓക്കെ, അത് എന്നായിരുന്നു? 1947 ജൂൺ മാസം 3-ാം തീയതി. 47 ജൂൺ മാസം 3-ാം തീയതി ഈ സംയുക്ത സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്? മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കപ്പെടുന്നത്. മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഒരു ചോദ്യം, ഈ പറയുന്ന INCയും മുസ്ലിം ലീഗും ഒരുമിച്ച അല്ലെങ്കിൽ സംയുക്തമായിട്ട് പങ്കെടുത്ത മറ്റൊരു സമ്മേളനമുണ്ട്. അത് ഏത് സമ്മേളനമാണ്? അത് 1916 ലക്നൗ സമ്മേളനമാണ്. ഓക്കെ, 1916 ലക്നൗ സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന INCയും മുസ്ലിം ലീഗും എന്ത് ചെയ്യുന്നു? സംയുക്തമായിട്ട് സമ്മേളിക്കുന്നു. ഓക്കെ, ആ സമ്മേളനത്തിൽ വെച്ച് അവർ എന്ത് ചെയ്യുന്നു? ഒരു ലക്നൗ ഉടമ്പടിയിൽ ഉൾപ്പെടുന്നു. എന്താണ് ലക്നൗ ഉടമ്പടിയിൽ പറയുന്നത്? ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ INCയും മുസ്ലിം ലീഗും ഇനി മുതൽ ഒരുമിച്ച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞൊരു കരാറാണ് ഇത്. ഈ പറയുന്ന 16 ലക്നൗ കരാർ. ലക്നൗ കരാറിൽ ഒപ്പിട്ടത് ആരൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകം, മുഹമ്മദ് അലി ജിന്നയാണ്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകം, മുഹമ്മദ് അലി ജിന്നയാണ്. ഓക്കെ, ഇതിൽ INCക്ക് വേണ്ടി ഒപ്പിട്ടത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. മുഹമ്മദ് അലി ജിന്ന ആർക്ക് വേണ്ടിയാണ് ഒപ്പിട്ടത്? മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് ഒപ്പിട്ടത്. ഓക്കെ, ഇതിനെയാണ് ലക്നൗ ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഓർക്കുക. അതുപോലെ ഒരു സംയുക്ത സമ്മേളനമാണ് എന്ന് നടക്കുന്നത്? 47 നടക്കുന്നത്. ഓക്കെ, ഇതുപോലൊരു സംയുക്ത സമ്മേളനമാണ് എവിടെ നടക്കുന്നത്? 1947 ജൂൺ 3 ഡൽഹിയിൽ വെച്ച് നടക്കുന്നത്. അവിടെ എന്ത് അവതരിപ്പിക്കുന്നു? ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ത് ചെയ്യുന്നു? അവതരിപ്പിക്കുന്നു. ഓക്കെ, എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത്
അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ഓക്കെ, അതായത് ഇന്ത്യ വിഭജനം എന്ന ആശയം ഇവർ മുന്നിലേക്ക് വെച്ചത് ഇത്തരത്തിലാണ്. എന്താണ്? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത്, എന്താണ്? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത്, അതായത് എന്താണ്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം, അതായത് നമ്മുടെ സിന്ധ് പ്രവിശ്യ, നമ്മൾ മൊത്തത്തിൽ പറയുന്ന സമയത്ത് എന്താണ്? സിന്ധ് പ്രവിശ്യ. ഈ സിന്ധ് പ്രവിശ്യയിൽ ഭൂരിപക്ഷമായിട്ട് എന്താണ്? ഈ പറയുന്ന സിഖ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? അതിനെ കണ്ടുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ പറയുന്ന മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ് അവർക്കൊരു പ്രത്യേക രാജ്യം അനുവദിക്കാം എന്ന് എന്ത് ചെയ്യുന്നു? ഒരു ആശയം ആര് മുന്നോട്ട് വയ്ക്കുന്നു? മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് വയ്ക്കുന്നു. അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പദ്ധതിയിലൂടെ മൗണ്ട് ബാറ്റൻ പ്രഭു എന്ത് ചെയ്യുന്നു? മുന്നിലേക്ക് വയ്ക്കുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭു എന്ത് ചെയ്യുന്നു? മുന്നിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, കോൺഗ്രസും മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ കാര്യം. ഇവരൊരു പക്ഷേ അതിനെ എതിർത്തിരുന്നെങ്കിൽ എന്താണ്? ഇന്ത്യ വിഭജനം നടക്കില്ലായിരുന്നു. പക്ഷെ എന്തായിരുന്നു? ആ സമയത്ത് അധികാരത്തിൻ്റെ പേരിൽ ഒരു തർക്കം നടക്കുന്നുണ്ട്. എന്താണ്? ഇന്ത്യയുടെ തലപ്പത്തേക്ക് ആര് വരുന്നു? നെഹ്റു വരണമെന്നും മറ്റൊരു ഭാഗത്ത് എന്താണ് ഈ പറഞ്ഞ ജിന്ന വരണമെന്നും എന്താണ് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് എന്ത്? ഈ പറയുന്ന ഇന്ത്യ വിഭജനം. ഓക്കെ, ഒരാൾ ഈ രാജ്യത്തെ ഹെഡാവും, മറ്റേ എന്ത് ആ രാജ്യത്തിൻ്റെ ഹെഡാവും. ഇങ്ങനെ പറയപ്പെടുന്നതാണ് ചരിത്രത്തിൽ. എന്ത് ചെയ്യുന്നു? ഇങ്ങനെയും പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഓർക്കുക എന്താണ്? INC മുസ്ലിം ലീഗും എന്ത് ചെയ്തു? ഇതിനെ അംഗീകരിച്ചു. ഓക്കെ, INC മുസ്ലിം ലീഗും എന്ത് ചെയ്തു? ഇന്ത്യ വിഭജനത്തെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഒരുപക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓക്കെ INC എതിർത്ത് കാണുമോ? കാരണം ഇതുവരെയും ഇന്ത്യയുടെ നല്ലതിന് വേണ്ടി നിലനിന്നിരുന്ന സംഘടനയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് INC അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. എന്താണ്? INCയും മുസ്ലിം ലീഗും എന്ത് ചെയ്തു? ഇന്ത്യ വിഭജനത്തെ ഒരുപോലെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു. ഒരുപോലെ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു, അംഗീകരിച്ചു. ഓക്കെ, ഇവിടെ അടുത്ത് ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മീഷൻ ഏതാണ്? ഓക്കെ, ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മീഷൻ. ഓക്കെ, ഇങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു രാജ്യം നിങ്ങൾക്ക് തരാം എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എന്താണ്? അവർക്ക് അതിനു വേണ്ടി ഒരു അതിർത്തി നിർണ്ണയിക്കണ്ടേ? ഇതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇത്രയും ഭാഗം മുറിച്ചാണ് എന്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു അതിർത്തി നിർണയ കമ്മീഷൻ വേണ്ടേ? ഓക്കെ, ആ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അത് സർ സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു. ആരാണ്? സർ സിറിൽ റാഡ്ക്ലിഫ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ പാക് അതിർത്തി. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ എന്താണ് ആ അതിർത്തി നിർണ്ണയിച്ച വ്യക്തി ആയിരുന്നു വെച്ചാൽ ആരാണ്? അത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. നമ്മൾ ആ അതിർത്തിനെ എന്ത് പേരിട്ട് വിളിക്കും? റാഡ്ക്ലിഫ് ലൈൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റാഡ്ക്ലിഫ് ലൈൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സർ സിറിൽ റാഡ്ക്ലിഫിൻ്റെ കീഴിലുള്ള കമ്മീഷനാണ്. ആരുടെ കീഴിലുള്ള? സർ സിറിൽ റാഡ്ക്ലിഫിൻ്റെ കീഴിലുള്ള കമ്മീഷനാണ്. സർ സിറിൽ റാഡ്ക്ലിഫിൻ്റെ കീഴിലുള്ള കമ്മീഷനാണ്. നമ്മൾ ഇന്ത്യ പാക് അതിർത്തിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? റാഡ്ക്ലിഫ് ലൈൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? റാഡ്ക്ലിഫ് ലൈൻ. എന്ത് പേര്? റാഡ്ക്ലിഫ് ലൈൻ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഡൂറൻഡ് ലൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൂറൻഡ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയാണ്? ഡ്യൂറൻഡ് ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയാണ്? ഈ പറയുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഓക്കെ, ആരൊക്കെയാണ്? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ നിർമ്മിച്ച വ്യക്തിയാണ് ആര്? ഹെൻറി ഡ്യൂറൻറ്റ്. ആരാണ്? ഹെൻറി ഡ്യൂറൻറ്റ്. അപ്പോൾ ആ അതിർത്തി രേഖയാണ് നമ്മൾ എന്തിട്ട് വിളിക്കുന്നത്? ഈ പറയുന്ന ഡ്യൂറൻറ്റ് ലൈൻ. എന്തെന്ന് വിളിക്കുന്നത്? ഡ്യൂറൻറ്റ് ലൈൻ. ഡ്യൂറൻറ്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം അതല്ല. ഈ പറയുന്ന ഇന്ത്യ ചൈന. ഓക്കെ, നമ്മുടെ ഇന്ത്യ ചൈന ഇതിൻ്റെ അതിർത്തി രേഖ, ഇന്ത്യ ചൈന അതിർത്തി രേഖ നിർണ്ണയിച്ച കമ്മീഷൻ ഏതാണ്? അത് മക്മോഹൻ കമ്മീഷനാണ്. ഓക്കെ, ആരാണ്? മക്മോഹൻ കമ്മീഷൻ. ഓക്കെ, ഇന്ത്യ ചൈന. ഓക്കെ, അതിർത്തി നിർണയ കമ്മീഷൻ ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ഈ പറയുന്ന മക്മോഹൻ കമ്മീഷൻ. ഓക്കെ, ഏതാണ്? മക്മോഹൻ കമ്മീഷൻ. ഓക്കെ, മക്മോഹൻ കമ്മീഷനാണ്. മക്മോഹൻ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 അതിർത്തി രേഖകൾ എന്ത് ചെയ്യുക? ആലോചിക്കുക. പക്ഷേ നമ്മൾ ഈ അതിർത്തി രേഖയാണ് നമ്മൾ ഇന്ത്യ മാപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യലായിട്ട് അംഗീകരിക്കുന്നതെങ്കിലും ഓക്കെ ഈ മാപ്പല്ല നിലവിൽ. എന്താണ് ഈ ഒരു മാപ്പല്ല. നമുക്ക് എന്തുണ്ട്? നമുക്ക് LOC ഉണ്ട്. ഓക്കെ, നമുക്ക് LOC ഉണ്ട് അല്ലേ? എന്താണ്? ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഉണ്ട്. ഓക്കെ, ലൈൻ ഓഫ് കൺട്രോൾ ഉണ്ട്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഉണ്ട്. ഓക്കെ, അതായത് എന്താണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം എന്താണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും ഇന്ത്യയും ചൈനയും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? യുദ്ധങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ രാജ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കയറി എന്ത് ചെയ്തിട്ടുണ്ട്?
ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങളൊക്കെ ചേർത്ത് എന്താണ് കുറച്ചും കൂടി നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒഫീഷ്യൽ ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു, മാറ്റങ്ങൾ സംഭവിച്ചു. ഓക്കെ, ഇതിൽ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ എന്നും എന്താണ് ചൈനയുടെ ഭാഗത്ത് നമ്മൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നും നമ്മൾ പറയാറായിട്ടുണ്ട്. ഓക്കെ, അതായത് നിലവിൽ ഈ രാജ്യങ്ങൾ എന്താണ് അവർ അതിർത്തിയായിട്ട് കണക്കാക്കുന്നത് ഈ പ്രദേശങ്ങളാണ്. ഓക്കെ, പക്ഷേ ഈ പറയുന്ന മക്മോഹൻ രേഖ വെച്ച് നോക്കിയാലും ഡൂറന്റ് ലൈൻ വെച്ച് നോക്കിയാലും ഒഫീഷ്യലായിട്ട് എന്താണ് അതിർത്തികൾ അതല്ല. പക്ഷെ പിന്നീട് യുദ്ധങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ ഈ പ്രദേശം കീഴടക്കി എന്നൊക്കെ പറഞ്ഞ് രാജ്യങ്ങൾ എന്താണ് ഈ പറയുന്ന അവർ അംഗീകരിക്കുന്ന സ്ഥലങ്ങളാണ് ഏത്, ഈ പറയുന്ന LOCയും അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും ലൈൻ ഓഫ് കൺട്രോൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഓർത്തിരിക്കുക. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം, ആ ഭാഗത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമുക്കത് ആ സമയത്ത് പഠിക്കാം. ഇപ്പോൾ ഓർക്കുക എന്താണ് ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്താണ് നിർണയിച്ച കമ്മിറ്റി ഏതെന്ന് വെച്ചാൽ ഏതാണ്, അത് സർ സിറിൽ റാഡ്ക്ലിഫ്. ആരാണ്? സർ സിറിൽ റാഡ്ക്ലിഫ് അധ്യക്ഷനായ കമ്മിറ്റിയാണെന്ന് ആലോചിക്കുക. ഓക്കെ, സിറിൽ റാഡ്ക്ലിഫ് അധ്യക്ഷനായ കമ്മിറ്റിയാണെന്ന് ആലോചിക്കാം. ഓക്കെ, കേട്ടോ. അടുത്ത് അധികാര കൈമാറ്റത്തിനായി 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ചത് ആരെന്ന് വെച്ചാൽ ആരാണ്, അത് മൗണ്ട് ബാറ്റൺ ആണ്. ഓക്കെ, ആരാണ്? അത് മൗണ്ട് ബാറ്റൺ ആണ്. ഓക്കെ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് നമുക്കറിയാം. എന്നാണ് 1947 ഓഗസ്റ്റ് 15 എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലേ, ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത് ഈ ഡേറ്റ് ആണ് എന്ന് നിർദ്ദേശിച്ച വ്യക്തി, അല്ലെങ്കിൽ ആ ഡേറ്റ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടത് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്, അത് മൗണ്ട് ബാറ്റൻ പ്രൂഫാണ്. ഓക്കെ, അപ്പോൾ മൗണ്ട് ബാറ്റൻ്റെ തീരുമാന പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് 1947 ഓഗസ്റ്റ് 15 എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആചരിക്കുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആഘോഷിക്കുന്നത്. ഓക്കെ, അതായത് ഈ മൗണ്ട് ബാറ്റൻ എന്താണ് ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിച്ച ദിവസമാണ് ഏത്, ഈ പറയുന്ന ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഡേറ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന 47 ഓഗസ്റ്റ് 15 എന്ത് ചെയ്താൽ മതി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ മതി എന്ന് നിശ്ചയിക്കുന്നു. ആ ഡേറ്റിലാണ് എന്ത് കിട്ടിയത്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് എന്ത് ചെയ്യുക, പഠിക്കുക, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓക്കെ, ഇവിടെ അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഓക്കെ, നമുക്കറിയാമല്ലേ VP മേനോൻ. ഈ VP മേനോൻ എന്ന് പറയുന്നത് പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. അതായത് നാട്ടുരാജ്യ പുനഃസംഘടന നടക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്താണ് തലവനായിട്ട് അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ മലയാളിയാണ് ആര്, VP മേനോൻ. ഈ VP മേനോൻ കടന്നു വരുന്ന മറ്റൊരു പദ്ധതിയാണ് ഏത്, മൗണ്ട് ബാറ്റൻ പദ്ധതി. ഓക്കെ, ഈ പറയുന്ന മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി മൗണ്ട് ബാറ്റനെ സഹായിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ആരാണ്, അത് VP മേനോനാണ്. ആരാണ്? VP മേനോനാണ്. ഓക്കെ, എന്താണ് മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി മൗണ്ട് ബാറ്റനെ സഹായിച്ച വ്യക്തി. ഓക്കെ, മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി മൗണ്ട് ബാറ്റനെ സഹായിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ആരാണ്, അത് VP മേനോൻ. ആരാണ്? അത് VP മേനോനാണ്, മലയാളിയാണ്. വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ് എന്ത് ഇദ്ദേഹത്തിൻ്റെ എന്താണ് ശരിക്കുള്ള പേര്, ഫുൾ നെയിം കേട്ടോ, വാപ്പാല പങ്കുണ്ണി മേനോൻ. അതാണ് എന്ത് VP മേനോൻ. ഓക്കെ, ആരാണ്? VP മേനോൻ. ഓക്കെ, ഇവിടെ അടുത്ത് മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലയിൽ വന്ന നിയമം ഏത്? ഓക്കെ, ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം ഓക്കെ INCയും മുസ്ലിം ലീഗും എന്ത് ചെയ്യുന്നു, ഇന്ത്യ വിഭജനത്തെ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് അവർ മുന്നോട്ട് വെച്ച എല്ലാ ആശയങ്ങളും ആരും അംഗീകരിക്കുന്നു, ഈ പറയുന്ന INC മുസ്ലിം ലീഗും എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ഇതേ തുടർന്ന് ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ട നിയമം ഏതെന്ന് വെച്ചാൽ ഏതാണ്, അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അല്ലേ, ഏത് വർഷം 1947. ഓക്കെ, ഈ ആക്ടുകളെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്തിനാണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ആക്ടുകൾ പാസ്സാക്കുന്നത്? ഓക്കെ, അതായത് എന്താണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ഇന്ത്യയിൽ പാസ്സാക്കുന്ന നിയമങ്ങളാണ് എന്തെന്ന് പറയപ്പെടുന്നത്, ഈ പറയുന്ന റെഗുലേറ്ററി ആക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പിറ്റ്സ് ഇന്ത്യ ആക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റൗലറ്റ് ആക്ട് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ എന്തിന് പാസ്സാക്കുന്നത്, ഇന്ത്യയിൽ പാസ്സാക്കുന്നത്. ഓക്കെ, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഏതൊക്കെ, ഈ പറയുന്ന 1909 മിന്റോ മോർലി ഭരണ പരിഷ്കാരം. ഏതാണ്? 1909 മിന്റോ മോർലി ഭരണ പരിഷ്കാരം. ഓക്കെ, അതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഈ മിന്റോ മോർലി ഭരണ പരിഷ്കാരം ഒഫീഷ്യൽ നിയമം എന്താണ്, അതിൻ്റെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നാണ്. എന്താണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നാണ്. ഓക്കെ, ഈ കൗൺസിൽ ആക്ട് 1909 വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്താണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലം അനുവദിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയ, അല്ലെങ്കിൽ ആ നിയമം നിലയിൽ വന്നത് ഏതിൽ കൂടെയാണ്, ഈ പറയുന്ന
1909 മിന്റോ മോർലി ഭരണ പരിഷ്കാരത്തിലൂടെയാണ്. ഓക്കെ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് എന്ത് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചത്. ഓക്കെ, ഇവിടെ അങ്ങനെയാണെങ്കിൽ 1919 മറ്റൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നുണ്ട്. ഏതാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ്. ഏതാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. ഏതാണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം 1919. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം 1919. ഓക്കെ, അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എടാ, ഒന്ന്, ഇന്ത്യയിൽ ദ്വിഭരണം കൊണ്ടുവന്നു. എന്താണ്? ഇന്ത്യയിൽ ദ്വിഭരണം കൊണ്ടുവന്നു. ഓക്കെ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആദ്യമായിട്ട് വോട്ടവകാശം എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് വന്ന ഏത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിയമത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകണോ വേണ്ടയോ എന്ന് അതാത് പ്രവിശ്യകൾക്ക് തീരുമാനിക്കാം. എന്താണ്? സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകണോ വേണ്ടയോ എന്ന് ആർക്ക് തീരുമാനിക്കാം? അതാത് പ്രവിശ്യകൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ നിയമമാണ് ഏത്? 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 19 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, ഇത് അങ്ങനെയാണെങ്കിൽ പിന്നീട് വന്നിട്ടൊരു ആക്ടാണ് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്താണ്? ഇന്ത്യയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമമാണ് ഏത്? 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഈ പറയുന്ന സുപ്രീം കോടതിയും സംഭവങ്ങളും എല്ലാം വരുന്നത് എന്തിലൂടെയാണ്? ഈ പറയുന്ന 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെയാണ്. പറയാനാണെങ്കിൽ എന്താണ്? ഒരു ക്ലാസ് മൊത്തം പറയാനുണ്ട്. ഓക്കെ, വലിയൊരു നിയമമാണ്. അതിനുശേഷം പാസ്സാക്കുന്ന പ്രധാനപ്പെട്ട നിയമമാണ് ഏത്? 47 എന്താണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഏതാണ്? 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. പ്രത്യേകതയുണ്ട്, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കുന്ന ഏറ്റവും ചെറിയ നിയമം. എന്താണ്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കുന്ന ഏറ്റവും ചെറിയ നിയമം ഏതെന്ന് വെച്ചാൽ ഏതാണ്? 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് കേട്ടോ. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കുന്ന ഏറ്റവും ചെറിയ നിയമം ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് ഈ പറയുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ടുണ്ട്? പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, മൗണ്ട് ബാറ്റൻ പദ്ധതി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആക്ടാണ് ഏത്? ഈ പറയുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ഓർ ഏറ്റവും ചെറിയ നിയമമാണ് ഏത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ ഏറ്റവും അവസാനത്തെ നിയമം. എന്താണ്? ഏറ്റവും അവസാനത്തെ നിയമം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നിയമമാണ് ഏത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഓക്കെ, അതുവരെ ഒരുപാട് ആക്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ചെറിയ നിയമം, ഓക്കെ, അതിൽ ഏറ്റവും ചെറിയ നിയമം അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ നിയമം ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഓക്കെ, ഇവിടെ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് എന്നാണ്. ഓക്കെ, അതായത് ഈ എല്ലാ ആക്റ്റും, ഓക്കെ, നമ്മൾ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പാസ്സാക്കി എന്ന് പറയുന്ന എല്ലാ ആക്റ്റുകളും ഇന്ത്യയിൽ നിലവിൽ വരുന്നതിന് മുമ്പ് നമുക്ക് ഇന്ത്യയിൽ എന്തില്ല? ഇന്ത്യയിൽ ഒരു പാർലമെൻറ്റ് സംവിധാനമില്ല. ഓക്കെ, നിലവിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു ബില്ല് പാസ്സാക്കുന്നത്? ആദ്യം ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കും. ഓക്കെ അല്ലേ? പിന്നെ രണ്ടാമത് ആ പാസ്സാക്കുന്ന ഏത് സഭയാണോ ആ സഭയിൽ അവതരിപ്പിക്കും. പിന്നെ എന്ത് ചെയ്യും? ഈ പറയുന്ന രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതൊരു നിയമമായി മാറുന്നത് അല്ലേ? ഒന്നെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ലോകസഭയിൽ പാസ്സാക്കി, രാജ്യസഭയിൽ പാസ്സാക്കി, രാഷ്ട്രപതി അതിൽ ഒപ്പിടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ എന്താണ് ആ ബില്ല് നിയമമായി മാറുന്നത്, ആ ബില്ല് നിയമമായിട്ട് മാറുന്നത്. സെയിം വ്യവസ്ഥ നടക്കാൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യയിലൊരു പാർലമെന്റ് ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ നിയമങ്ങളൊക്കെ എവിടെയാണ് പാസ്സാവുന്നത്? എവിടെ? ബ്രിട്ടനിലാണ് പാസ്സാവുന്നത് അല്ലേ? ബ്രിട്ടീഷ് രാജാവും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിൽ എന്ത് ചെയ്യും? അവർ ഈ നിയമം പാസ്സാക്കി എന്ത് ചെയ്യും? ഇന്ത്യയിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കും. ആ രീതിയിലാണ് നടക്കുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന്റെ കാര്യത്തിലും വ്യത്യാസമില്ല. ആ സമയത്ത് എന്തില്ല? ഇന്ത്യക്ക് അന്നും പാർലമെന്റ് ഇല്ല. ഓക്കെ, ഈ നിയമം എവിടെയാണ് പാസ്സാക്കുന്നത്? ബ്രിട്ടനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. കാരണം ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന ബ്രിട്ടൻ തന്നെയാണ്. ആരാണ്? ബ്രിട്ടൻ തന്നെയാണ്. ബ്രിട്ടൻ തന്നെ. നമുക്ക് പേരിന് ഇവിടെ കുറച്ച് സംഘടനകൾ ഉണ്ടെന്നല്ലാതെ എന്താണ് അവർക്കല്ലാതെ വല്ല പവറൊന്നുമില്ല. ഇന്ത്യയുടെ ഭരണം എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന ബ്രിട്ടീഷുകാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ നിലവിൽ വന്ന ഡേറ്റുകളാണ് ഈ പറയുന്ന, അതായത് ഈ പറയുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. ആരാണ്? അത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. ആരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ്. ഓക്കെ, അതായത് ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1947
ജൂലൈ മാസം 4-ാം തീയതിയാണ്. ഓക്കെ, ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കിയത് എന്നാണെന്ന് ചോദിച്ചാൽ 1947 ജൂലൈ മാസം 4-ാം തീയതിയാണ്. എന്നാണ് 1947 ജൂലൈ മാസം 4-ാം തീയതിയാണ് ക്ലെമന്റ് ആറ്റ്ലിയാണ് ഈ നിയമം എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ പാർലമെന്റിൽ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് പാർലമെന്റിൽ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ ബില്ല് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയതെന്നാണ്. ജൂലൈ 4-ന് അവതരിപ്പിച്ച ഈ ബില്ല് ജൂലൈ മാസം 5-ാം തീയതി എന്ത് ചെയ്യുന്നു, പാസ്സാക്കുന്നു. ജൂലൈ മാസം 4-ാം തീയതി പാസ്സാക്കി അവതരിപ്പിച്ച ഈ ബില്ല് 5-ാം തീയതി എന്ത് ചെയ്യുന്നു, പാസ്സാക്കുന്നു. 5-ാം തീയതി എന്ത് ചെയ്യുന്നു, പാസ്സാക്കുന്നു. ബില്ലിന് രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചതെന്ന്. ഈ ബില്ലിന് രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചതെന്ന്. എന്നാണ് ഈ ബില്ലിന് രാജാവിൻ്റെ അംഗീകാരം ലഭിക്കുന്നത്? അത് 47 ജൂലൈ മാസം 18-ാം തീയതി കേട്ടോ. 1947 ജൂലൈ മാസം 18-ാം തീയതി എന്ത് ചെയ്യുന്നു, ഈ ബില്ലിന് ബ്രിട്ടീഷ് രാജാവിൻ്റെ അംഗീകാരം ലഭിക്കുന്നു. എന്നാണ് 47 ജൂലൈ മാസം 18-ാം തീയതി ബില്ലിന് രാഷ്ട്രപതിയുടെ അല്ല രാജാവിൻ്റെ അംഗീകാരം ലഭിക്കുന്നു. അതായത് അവിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇങ്ങനെയാണ്, ബ്രിട്ടീഷ് പാർലമെന്റിൽ ആ നിയമങ്ങളെല്ലാം എന്ത് ചെയ്യും, അവർ പാസ്സാക്കി അത് നിയമമാക്കി മാറ്റും. എന്നിട്ട് അതിൽ അവസാനം സൈൻ ചെയ്യുന്ന വ്യക്തി ആരാണ്? അത് രാജാവിനാണ്. ആരാണ്? രാജാവ്. നമുക്കറിയാമല്ലേ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ രാജഭരണം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം പാർലമെന്റിന്റെ ഭരണം എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവമൊക്കെ നടന്നതിന് ശേഷം എന്താണ്, രാജാവിൻ്റെ അധികാരം എന്ന് പറയുന്നത് ഒരു നാമമാത്രമായ അധികാരം മാത്രമാണ്. അതായത് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. ഇത് അവസാനം രാജാവിനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അറിയിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, പക്ഷേ അവിടുത്തെ രാജാവിൻ്റെ പദവി വലിയ പദവി തന്നെയാണ്. പക്ഷെ എന്താണ്, ഇവിടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആര് തന്നെയാണ്, പാർലമെന്റ് തന്നെയാണ്. രക്തരഹിത വിപ്ലവം നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ആ ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ബിൽ ഓഫ് റൈറ്റും പെറ്റീഷൻ ഓഫ് റൈറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ബില്ല് എന്ത് ചെയ്യുന്നു, പാർലമെന്റ് പാസ്സാക്കി അത് അവസാനം ആര് സൈൻ ചെയ്യുന്നു, ഈ പറയുന്ന രാജാവ് എന്ത് ചെയ്യുന്നു, സൈൻ ചെയ്ത് നമുക്ക് തരുന്നു. നമുക്ക് തരുന്നു. ഓക്കെ, അപ്പോൾ ബില്ലിന് രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചത് ജൂലൈ 18. അപ്പോൾ ജൂലൈ 4-ന് ക്ലെമന്റ് ആറ്റ്ലി എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. ജൂലൈ 5-ന് എന്ത് ചെയ്യുന്നു, പാസ്സാക്കുന്നു. എന്നാൽ സൈൻ ചെയ്യുന്നതെന്ന് ജൂലൈ മാസം 18-ാം തീയതി. ഓക്കെ, ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ ബില്ലിൽ ഒപ്പിട്ട അല്ലെങ്കിൽ ഈ നിയമത്തിൽ ഒപ്പിട്ട രാജാവായിരുന്നു വെച്ചാൽ ആരാണ്, അത് ജോർജ് 6-ാമനാണ്. ഓക്കെ, ഈ ബില്ലിൽ ഒപ്പിട്ട രാജാവായിരുന്നു വെച്ചാൽ ആരാണ്, അത് ജോർജ് 6-ാമനാണ്. ജോർജ് 5-ാമൻ ഓപ്ഷനിൽ കാണും. ജോർജ് 5-ാമന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എവിടെ? ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവായിരുന്നു വെച്ചാൽ ആരാണ്, അത് ജോർജ് 5-ാമനാണ്. ആരാണ്? ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവായിരുന്നു വെച്ചാൽ ആരാണ്, അത് ജോർജ് 5-ാമനാണ്. ഓക്കെ, ഈ ജോർജ് 5-ാമൻ ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ സ്മരണാർത്ഥം ഇന്ത്യയിൽ നിലവിൽ വന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പണിത സ്മാരകമേത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 2 ഓപ്ഷൻ തരാം. ഇന്ത്യ ഗേറ്റ് ആണോ, അതോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണോ? ഇന്ത്യ ഗേറ്റ് ആണോ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണോ? ഓക്കെ, ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. ബോംബെയിൽ സ്ഥിതി ചെയ്യുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇന്ത്യ ഗേറ്റ് അല്ല. ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇന്ത്യ ഗേറ്റ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇതെന്താണ്? ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. എന്താ? ജോർജ് 5-ാമൻ ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ചത്. ഓക്കെ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലാണ്. ഓക്കെ, എന്നാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഒപ്പുവെച്ച രാജാവായിരുന്നു വെച്ചാൽ ആരാണ്, അത് ജോർജ് 6-ാമനാണ്. ആരാണ്? ജോർജ് 6-ാമനാണ്. ഈ ജോർജ് 5-ാമൻ തന്നെയാണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന് 1915 എന്ത് നൽകിയത്? സർപദവി നൽകിയത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ഈ ആക്ട് നിലവിൽ വന്നതെന്ന് അതറിയാം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരുന്നതോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നതോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഓക്കെ, എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഓക്കെ, അടുത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏത്? ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്ന ദേശീയ പാർട്ടി ഏതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അത് ലേബർ പാർട്ടിയാണ്. ഏത് പാർട്ടിയാണ്? അത് ലേബർ പാർട്ടി. ഏത് പാർട്ടിയാണ്? ലേബർ പാർട്ടി. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരം ഉണ്ടായിരുന്ന പാർട്ടി ഏതാണ്? അത്
ലേബർ പാർട്ടി. ഏത് പാർട്ടി? ലേബർ പാർട്ടിയാണ്. അതായത് ഈ ലേബർ പാർട്ടിയും അതിൻ്റെ നേതാവായിരിക്കുന്ന ക്ലെമന്റ് ആറ്റ്ലിയൊക്കെ എന്താണ്, ഇന്ത്യയോട് അനുഭാവമുള്ള വ്യക്തികളായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ അനുഭാവം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് 47-ലെങ്കിലും എന്ത് കിട്ടിയത്, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അല്ലെങ്കിൽ എന്ത് ചെയ്തതിനെ, ഇനിയും വൈകിയേനെ. ആ സമയത്ത് എന്ത് ചെയ്തു, അവിടെ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടീനെ എന്താണ് ആ തകിടം മറിച്ചുകൊണ്ട് ഏത് പാർട്ടി നിലയിൽ വരുന്നു, ഈ പറയുന്ന ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നു. അതിൻ്റെ നേതാവ് ക്ലെമന്റ് ആറ്റ്ലിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഓക്കെ, എന്നിട്ടും അവർ എന്ത് ചെയ്തു, ഈ പറയുന്ന ഇന്ത്യ വിഭജനമൊക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത്. ഓക്കെ, അപ്പോൾ അത് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്ന പാർട്ടി ചോദിച്ചാൽ ഏതാണ്, അത് ലേബർ പാർട്ടിയാണ്. ഏത് പാർട്ടിയാണ്, അത് ലേബർ പാർട്ടിയാണ്. ഓക്കെ, പിന്നെ അവിടെ എടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഈ 1947 ഓഗസ്റ്റ് 15 അല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു? ഏത് ദിവസമായിരുന്നു? ഇത് മാത്സിന് സാധാരണ ചോദിക്കാനുള്ള കാര്യമാണ്. ഇത് ഏത് ദിവസമായിരുന്നു? അതൊരു വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ. അത് ഏത് ദിവസമായിരുന്നു? അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 47 ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. എന്തായിരുന്നു? അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. എന്നാൽ 1950 ജനുവരി 26 എന്താണ് പ്രത്യേകത? ഇന്ത്യ റിപ്പബ്ലിക് ആയല്ലേ. 1950 ജനുവരി 26 എന്ത് ചെയ്യുന്നു? ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു. അത് ഏത് ഡേറ്റ് ആണ്? അത് ഏത് ദിവസമാണ്? അത് വേഴമാണ്. എന്നാണ്? അത് വേഴമാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന 1950 ജനുവരി 26 എന്താണ്? അതൊരു വേഴമായിരുന്നു. അതൊരു വേഴമായിരുന്നു. എന്നാൽ 48 ജനുവരി 30 എന്താണ് പ്രത്യേകത? 48 ജനുവരി 30 എന്താണ് പ്രത്യേകത? എന്താണ് പ്രത്യേകത? ഇവിടെ നമ്മുടെ ഗാന്ധിജി വധം അല്ലെ, ഗാന്ധി വധം നടക്കുന്നത്, ഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ എന്താണ് വെടിവെച്ച് കൊല്ലുന്നത് ഏത് വർഷമാണ്? 48 ജനുവരി 30 എന്നാണ്. 48 ജനുവരി 30 രക്തസാക്ഷി ദിനമാണ്. അത് ഏത് ദിവസം? അതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഓക്കെ, അതും എന്നായിരുന്നു? അതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5:17 എന്ത് ചെയ്യുന്നത്, ഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. ഓക്കെ, അത് എന്നായിരുന്നു? അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. എന്നാൽ 56 നവംബർ 1 എന്താണ് പ്രത്യേകത? 56 നവംബർ 1 എന്താണ് പ്രത്യേകത? 56 നവംബർ 1 നമ്മുടെ കേരള സംസ്ഥാന രൂപീകരണം അല്ലെ. 56 നവംബർ 1 നമ്മുടെ കേരള സംസ്ഥാന രൂപീകരണം. അത് ഏത് ദിവസമായിരുന്നു? അതൊരു വ്യാഴാഴ്ചയായിരുന്നു. എന്നായിരുന്നു? അതൊരു വ്യാഴാഴ്ചയായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക, ആ ഭാഗത്ത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത 2-3 കാര്യങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ടോപ്പിക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രിട്ടൻ്റെ രാജാവായതായിരുന്നു എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? അത് ജോർജ് 6 ആരാണ്? ജോർജ് 6 എന്ത്, നമ്മുടെ ബ്രിട്ടൻ്റെ രാജാവ്. ഓക്കെ, ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ഓക്കെ, ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? അത് ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? ഈ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? അത് മൗണ്ട് ബാറ്റൻ പ്രഭു. നമ്മൾ പഠിച്ചതായിരുന്നു. 47 ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ. ഇതെല്ലാം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, മൗണ്ട് ബാറ്റൻ ആയിരുന്നു. എന്നാൽ ചോദിച്ച ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആര്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് INCയുടെ പ്രസിഡന്റ് ആര്? അത് JB കൃപലാനി. ആര്? അത് JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് INC പ്രസിഡന്റ് ആര്? അത് JB കൃപലാനി. ആര്? അത് JB കൃപലാനി. ആരാണ്? അത് JB കൃപലാനിയാണ്. ഓക്കെ, ആ സമയത്ത് KPCC പ്രസിഡന്റ്, നമ്മുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? KPCC പ്രസിഡന്റ് ആ സമയത്ത്? അത് അത് K കേളപ്പൻ. ആരാണ്? അത് K കേളപ്പനാണ്. ആരാണ്? അത് K കേളപ്പനാണ്. ഓക്കെ, ആ സമയത്ത് KPCC പ്രസിഡന്റ് ആരാണ്? അത് K കേളപ്പൻ. എന്നാൽ ഇവിടെ ചോദ്യം മാറ്റി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കോൺഗ്രസ്, അതായത് അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ ആരാണ്? അത് പട്ടാഭി സീതാരാമയ്യാണ്. ഓക്കെ, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇദ്ദേഹമാണ് അധികാരത്തിലുള്ളത്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷം ആദ്യമായിട്ട് അധ്യക്ഷനാവുന്നത് ആരാണ്? അത് ആരാണ്? പട്ടാഭി സീതാരാമയ്യാണ്. ഓക്കെ, ഇന്ത്യയുടെ കാര്യത്തിൽ. കേരളത്തിൽ K കേളപ്പൻ. കേരളത്തിലാരാണ്? K കേളപ്പൻ. ഓക്കെ, അടുത്ത് ഇന്ത്യ വിഭജനത്തിനെ കുറിച്ച് നമുക്ക് 2-3 പോയിന്റ് നോക്കാം. ഇന്ത്യ വിഭജനത്തെ കുറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖ നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയ അതിർത്തി നിർണയ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? അത് സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് കേട്ടോ. ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി നിർണ്ണയിക്കാൻ വേണ്ടി ഇന്ത്യ നിയമിച്ച കമ്മീഷൻ ഏതെന്ന് വെച്ചാൽ ആരാണെന്ന് വെച്ചാൽ അത് സർ സിറിൽ റാഡ്ക്ലിഫ് ആണ്. നമ്മൾ മേളിൽ പറഞ്ഞായിരുന്നു ആ കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു? സർ സിറിൽ റാഡ്ക്ലിഫ് കേട്ടോ. വേണമെങ്കിൽ കമ്മീഷനെ കുറിച്ച് എടുത്ത് ചോദിക്കാം. ഈ സിറിൽ റാഡ്ക്ലിഫ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു?
5 അംഗങ്ങൾ കേട്ടോ. സിറിൽ റാഡ്ക്ലിഫ് കമ്മീഷൻ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 5 അംഗങ്ങളുണ്ടായിരുന്നു. കാരണം ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റിയൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അതിൽ അംഗങ്ങളൊക്കെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ പ്രസ്താവന രൂപേണ എടുത്ത് ചോദിക്കാം. ഓക്കെ, കാരണം ഇപ്പോഴത്തെ ചോദ്യത്തിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, ആ രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ അംഗങ്ങൾ എത്ര എന്ന് വെച്ചാൽ 5 അംഗങ്ങളാണ്. ഏതൊക്കെ പ്രവിശ്യയിലാണ് വിഭജനം നടന്നത്? ഓക്കെ, ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കാൻ ഏതൊക്കെ രാജ്യങ്ങളിലാണ് വിഭജനം നടന്നതെന്ന് ചോദിച്ചാൽ പഞ്ചാബും ബംഗാളുമാണ്. ഏതൊക്കെയാണ്? പഞ്ചാബും ബംഗാളും. ഓക്കെ, പഞ്ചാബിനെ വിഭജിച്ച് വെസ്റ്റ് പാകിസ്ഥാനും ഈ പറയുന്ന ബംഗാളിനെ വിഭജിച്ച് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും പറഞ്ഞ് 2 രീതി. അതായത് ഈ താഴത്തെ ഭാഗമാണ് എന്ത് നിലവിൽ ബംഗ്ലാദേശായിട്ട് മാറിയത്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പഠിക്കാനായിട്ടുണ്ട്. ഏതാണ് 71 യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ബംഗ്ലാദേശിനെ വിമോചനമാക്കുന്നത് ആ യുദ്ധത്തിലാണ്. അതിന് നമ്മുടെ ഇന്ത്യയും നമ്മുടെ സാമനക്ഷയൊക്കെയാണ് എന്ത് ചെയ്തത്, അതിന് നേതൃത്വം നൽകിയത്. അതെന്ത് ചെയ്യും, ഫ്രണ്ടിലോട്ട് പോകുന്ന ഭാഗത്ത് എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഓർക്കുക, ഏതൊക്കെ പ്രവിശ്യയിലാണ് വിഭജനം നടന്നെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനും ബംഗാളും. ഏതൊക്കെയാണ്? പാകിസ്ഥാനും ബംഗാളുമാണ് എന്ത് ചെയ്തത്, വിഭജനം നടന്ന പ്രവിശ്യകൾ ഏതൊക്കെയാണ്? പഞ്ചാബും ബംഗാളും. പാകിസ്ഥാനല്ല, പഞ്ചാബും ബംഗാളും. ഏതൊക്കെയാണ്? പഞ്ചാബും ബംഗാളുമാണ്. ഓക്കെ, ഇവിടെ അടുത്ത് ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പായി വന്ദേ മാതരം ആലപിച്ച വ്യക്തിയായത്. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ ഈ പറയുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ആചരിക്കുന്ന സമയത്ത് അവിടെ വന്ദേ മാതരം ആലപിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ആരാണ്? അത് സുജേത കൃപലാനിയാണ്. ആരാണ്? അത് സുജേത കൃപലാനിയാണ് ആലപിക്കുന്നത്. ഓക്കെ, ഇന്ത്യയുടെ പ്രഥമ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ വേദി. ഓക്കെ, ഈ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ വേദി ചോദിച്ചാൽ എവിടെയാണ്? അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹാളാണ്. എവിടെയാണ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹാൾ. ഓക്കെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹാളിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്, ഈ പറയുന്ന ആഘോഷങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഓക്കെ, ഇവിടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹാളിൽ അധ്യക്ഷനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ച് ത്രിവർണ്ണ പതാക കൈമാറിയതാര്? ആരാണ് ത്രിവർണ്ണ പതാക? ഇന്ത്യയിലെ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹാളിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിന് ഇന്ത്യയുടെ വനിതകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പറയുന്ന പതാക കൈമാറിയ വ്യക്തി ആരെന്ന് വെച്ചാൽ ആരാണ്? അത് ഹൻസ മേത്തയാണ്. ആരാണ്? ഹൻസ മേത്ത. ഓക്കെ, രാജേന്ദ്ര പ്രസാദിന്റെ ഹാൻഡിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന പതാക കൊടുത്തതെന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. കയ്യിലാണ് പതാക കൊടുത്തതെന്ന് എന്ത് ചെയ്യുക, ഓർക്കുക. കയ്യിലാണ് പതാക കൊടുത്തതെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ അടുത്ത് 2-3 പോയിന്റും കൂടെ പറഞ്ഞ് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ഭാഗം എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി ലൂയി മൗണ്ട് ബാറ്റണും ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും അധികാരമേറ്റത് എന്നു ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 15. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് ലൂയി മൗണ്ട് ബാറ്റണും ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റത് 1947 ഓഗസ്റ്റ് 15. അതായത് ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ നേതാക്കൾക്ക് അറിയില്ല എങ്ങനെ ഇന്ത്യ ഭരിക്കുമെന്ന്. ഓക്കെ, അതുകൊണ്ട് ഈ പറയുന്ന മൗണ്ട് ബാറ്റനെ അടുത്ത് എന്ത് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രത്യേക പദവിയിൽ എവിടെ തുടരണം, ഇന്ത്യയിൽ തുടരണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആദ്യത്തെ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ആര് നൽകണം, നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞ് ഒരു പദവി കൊടുത്ത് മൗണ്ട് ബാറ്റനെ ഇവിടെ ഇരുത്തുന്നു. അപ്പോൾ ഒന്നാമത്തെ മന്ത്രിസഭയിൽ നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും അതിന് വേണ്ട നിയമോപദേശങ്ങളൊക്കെ നൽകിയത് ആരാണ്, ഈ പറയുന്ന ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. ആരാണ്? ലൂയി മൗണ്ട് ബാറ്റൺ ആണ്. ഓക്കെ, ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹളകൾ നടന്ന സ്ഥലങ്ങൾ ചോദിച്ചാൽ കൊൽക്കത്ത, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹളകൾ നടന്നത് എവിടേക്കെന്ന് ചോദിച്ചാൽ കൽക്കത്ത, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നീ പ്രദേശങ്ങൾ എന്തുണ്ടായി, ഈ പറയുന്ന ഇന്ത്യ വിഭജനത്തെ തുടർന്ന് എന്തുണ്ടായി, കലാപങ്ങളുണ്ടായി. എന്നാൽ ഇതിൽ ഒരു സ്ഥലത്ത് മാത്രം എന്ത് നടന്നില്ല, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നില്ല, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നൽകിയില്ല. കാരണം എന്താണ്, ഇന്ത്യ വിഭജിക്കപ്പെടുന്ന സമയത്ത് ഗാന്ധിജി എവിടെയായിരുന്നു, ഗാന്ധിജി നവഖാലിയിലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഗാന്ധിജിയുടെ സാന്നിധ്യം കാരണം അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്തില്ല, ഉണ്ടായില്ല. ഓക്കെ, ബാക്കി എല്ലായിടത്തും എന്തുണ്ടായി, വലിയ രീതിയിലുള്ള കലാപങ്ങളുണ്ടായി. നവഖാലി മാത്രം ഗാന്ധിജിയുടെ സാന്നിധ്യം കൊണ്ട് എന്ത് ചെയ്തു, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊന്നും എന്ത് ചെയ്തില്ല, ഉണ്ടായില്ല. ഓക്കെ, ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് എന്ത് ചെയ്യാം, ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി
കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് ഭ്രാന്താലയം. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് ഭ്രാന്താലയം. ഏതാണ്? ഭ്രാന്താലയം. ഓക്കെ എടാ, അപ്പോൾ ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ടില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് കടക്കുന്ന ഒരു ഭാഗമാണ് എന്ത് ചെയ്തത്, നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇന്ത്യ ഹിസ്റ്ററിയും എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ വരുന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ടുണ്ട്, ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പഠിക്കാനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ വരുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ. മാറുന്ന PSC പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ? എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ? ടെൻഷൻ വേണ്ട, ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. വെറും 3 മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പിലൂടെ. ഇനിയും വൈകിട്ടില്ല, പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല. ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് PSC മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്.